എന്താണ് നമ്മൾ ഈ വെതർ സ്റ്റേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ്? നമുക്ക് ഓരോ ദിവസത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഉള്ളത് മനസ്സിലാവും. ഹ്യൂമിഡിറ്റി, പിന്നെ ഒരു ദിവസത്തെ കൂടിയ താപനില, കുറഞ്ഞ താപനില, മഴയുടെ അളവ് കാണാൻ റെയിൻ ഗേജ് ഉപയോഗിക്കും. പിന്നെ കാറ്റിൻ്റെ വേഗത കാണാനും പിന്നെ കാറ്റിൻ്റെ ദിശ കാണാനും ഒക്കെ ഇവിടുന്ന് സാധിക്കും. അപ്പോൾ നമ്മളൊരു വെതർ സ്റ്റേഷൻ സ്കൂളിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് എയിം എന്താണ്? ബേസിക് എയിം നമ്മൾ ഇപ്പം പുസ്തകത്തിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും കാണാനും ഒക്കെ നേരിട്ട് കാണാനൊക്കെ കഴിയും. അപ്പം അതിൽ കൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൻ്റെ പേരാണ് കപ്പ് കൗണ്ടർ ആനിമോമീറ്റർ. ഇത് ദിവസത്തെ കാറ്റിൻ്റെ വേഗത അളക്കാനാണ് കപ്പ് കൗണ്ടർ ആനിമോമീറ്റർ. ഈ ബോക്സിൻ്റെ പേരാണ് സ്റ്റീവൻ സൺസ്ക്രീൻ. നമ്മളെ ഉപകരണങ്ങൾ ശേഖരിച്ച് വെക്കാനും സംരക്ഷിച്ചു വെക്കാനാണ് ഈ സ്റ്റീവൻ സൺസ്ക്രീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് 6 മാക്സിമം തെർമോമീറ്ററാണിത്. ഇതിൻ്റെ അകത്ത് ഒരു ദിവസത്തെ കൂടിയ താപനില കുറഞ്ഞ താപനില എന്നെല്ലാം മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് സാധ്യമാണ്. ഇതാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററാണിത്. ഇതിൽ നിന്നും ഒരു ദിവസത്തെ ഡ്രൈയും വെറ്റും മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് സാധ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിശാലാടിസ്ഥാനത്തിൽ സ്കൂളുകൾ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിലാണ്. ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായിട്ടുള്ള എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമാണ് തുടക്കഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു വിദ്യാലയം പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രാദേശികപരമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തിൻ്റെയും സൂക്ഷ്മതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത്തരത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങളെ പൊതുസമൂഹത്തിന് കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് ഈ പ്രവർത്തനത്തെ, ഈ ഒരു പദ്ധതിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ദിവസവും വിദ്യാർത്ഥികൾ രാവിലെ 8:30, 8:45 കൂടിയിട്ട് ഈ നിലയങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതത് ദിവസം തന്നെ ഈ വിവരങ്ങളെ എല്ലാം തന്നെ SSK സജ്ജമാക്കിയിട്ടുള്ള ഒരു വെബ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും അതിനേക്കാൾ ഉപരി ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് കൊച്ചിയിൽ നിന്നാണ്. അതപ്പം ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുറേ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ പ്ലേസിലും നമുക്ക് ഓരോ വെതർ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും.